ചടുകപ്പിയനിയാസ് ഈ മലക്കം മറച്ചിലിനെ പറ്റി ഇനി എങ്ങനെ മുനമ്പം ജനതയോട് പറയും? എൻ്റെ അനിൽ നമ്പ്യാരെ ഒരു വിഷമം വിചാരിക്കേണ്ട. ഞങ്ങൾ ആ മുനമ്പം വിഷയത്തിൽ ആരെന്ത് പറഞ്ഞാലും അത് വഖഫ് ഭൂമിയല്ല, അത് എന്തുകൊണ്ട് വഖഫ് ഭൂമിയല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പണം കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത വസ്തു അതൊരിക്കലും വഖഫ് ഭൂമി പണം കൊടുത്ത് ആർക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കോടതി നിശ്ചയിച്ച റിസീവർ മുഖേന നടത്തിയിരിക്കുന്ന ഇടപാട്, ആ ഇടപാട് അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ KPCC പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കുഞ്ഞാലിക്കുട്ടിയെയും ET മുഹമ്മദ് ബഷീറിനെയും ഷാജിയെയും ഒക്കെയല്ലേ തള്ളേണ്ടത്? നിങ്ങൾ എന്തുകൊണ്ട് അത് കാണിക്കുന്നില്ല? ഇവിടെ വന്നിരുന്ന് പറയുന്നു അത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല? ഒരു മിനിറ്റ് അങ്ങ് എന്നോട് ചോദിച്ചുകൊണ്ട് എനിക്ക് അങ്ങയോടല്ലേ മറുപടി പറയേണ്ടുള്ളൂ. അവർ ചോദിച്ചാൽ ഞാൻ അവരോട് മറുപടി പറഞ്ഞോളാം. അവർ ചോദിക്കേണ്ട ആളുകളോട് അവർ ചോദിക്കുകയും ഞങ്ങൾ മറുപടി കൊടുക്കുകയും UDF ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു എന്തുകൊണ്ട് വഖഫ് ഭൂമിയല്ല എന്ന് ഞങ്ങളുടെ ആർഗ്യുമെൻ്റ് ഇവിടെ പറഞ്ഞു. എന്തുകൊണ്ടാണ് വഖഫ് ഭൂമി എന്ന് അവർ പറയുന്നത്? വഖഫ് ആണ് എന്ന് കേരള സർക്കാർ, അതും CPM ഭരിക്കുന്ന സർക്കാരിൻ്റെ ഓർഡർ പ്രകാരം കേസെടുക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നടപ്പിലാക്കിയ നടപടിയാണ്. ആ നടപടി ഈ പ്രകാരമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പറയുന്നത് അതിൻ്റെ മെരിറ്റ് നോക്കിയാണ്. ആ മെരിറ്റ് നോക്കിയാണ് ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബാബുമാർ ഇങ്ങനെ ഈ തമ്മിലടിപ്പിച്ച് ആളെ ഉണ്ടാക്കാനുള്ള പൂതി മനസ്സിൽ വെച്ചാൽ മതി. രണ്ടാമത്തത്, ബാബുവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, മുലമ്പക്കാരെ പറ്റിക്കുകയാണെന്ന്. നിങ്ങളല്ലേ പറ്റിക്കുന്നത്? ഇവിടെ നിങ്ങൾ BJP ഹിന്ദുത്വത്തിൻ്റെ അട്ടിപ്പേറ അവകാശം ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണല്ലോ. ശബരിമല ഹൈന്ദവ വിശ്വാസം ഉള്ള ഒരു കാര്യമാണല്ലോ. ഞാൻ പറയാം, അവിടെ ഒരു മിനിറ്റ് ഞാനത് പറഞ്ഞോട്ടെ. മുനമ്പത്തുകാരുടെ ഹൃദയത്തിലാണ് അവർ ജീവിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുപോലെ ഒരു ശബരിമലയിലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവിച്ച പാർട്ടിയല്ലേ BJP? അന്ന് നിങ്ങൾ എന്താ പറഞ്ഞത്? ശബരിമലയിൽ ഞങ്ങൾക്കൊരു സുവർണാവസരം കിട്ടിയിരിക്കുന്നു, ഇത് മുതലെടുക്കണമെന്ന് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്, പുറത്തു വന്നത്? അപ്പോൾ ശബരിമലയിൽ അവിടെ ഹിന്ദുത്വ വിശ്വാസികൾക്ക് ഏറ്റ തിരിച്ചടി ഉണ്ടായപ്പോൾ അത് സുവർണാവസരമാണെന്ന് പറയുന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ കുറുക്കൻ്റെ സ്വഭാവം കാണിച്ച നിങ്ങളെ മുനമ്പക്കാർക്കും തിരിച്ചറിയും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ പറഞ്ഞത്? അത് അവിടെ CPM ഭരണകൂടം അവിടെ യുവതികളെ അവിടെ അമ്പലത്തിൽ കയറ്റാമെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സുവർണാവസരമായി ഞങ്ങൾ കാണുന്നു എന്ന് കേരളത്തിലെ BJP സംസ്ഥാന പ്രസിഡന്റ് യോഗത്തിൽ പ്രസംഗിച്ചത് ഇന്ന് നാട്ടിലെ പാട്ടാണല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് തന്നെയാണ് മുനമ്പത്തിൽ. ഒരു മിനിറ്റ് അന്നല്ലേ നിങ്ങളുടെ ജനൻ TV ഇന്ന് കേരളത്തിൽ നമ്പർ 1 മാറിയത്? അത് പ്രചരിപ്പിച്ചുകൊണ്ടല്ലേ നിങ്ങൾ നമ്പർ 1 ആയത്? ഇപ്പം നമ്പർ 13 പോയത് ഞങ്ങളല്ലല്ലോ ഉത്തരവാദി. അപ്പോൾ ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നിങ്ങൾ മുനമ്പം അതുപോലെ ക്യാഷ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അല്ല, ആയിക്കോട്ടെ, എന്തായാലും രണ്ടിൽ നിന്നും ഏറെ പിറകിലേക്ക് പോയില്ലേ? അത് ഒന്ന് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ശബരിമല കാലത്ത് ശബരിമല സ്ഥലത്ത് 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തായാലും നിങ്ങൾ പിറകോട്ട് പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം ഇതുകൊണ്ട് ഇനി തിരുത്തിയെടുക്കാമെന്നാണ്. പിറകോട്ട് പോയിട്ടില്ല അഡ്വക്കേറ്റ്, നടക്കില്ല ജനങ്ങൾക്ക്. അതൊന്ന് പഠിക്കണം താങ്കൾ കേട്ടോ. ബാർക്കിന്റെ റിപ്പോർട്ട് ഞാനൊന്ന് അയച്ചുതരാം. റേറ്റിംഗ് എല്ലാം എന്തായാലും ആയിക്കോട്ടെ. ഞാൻ പറയാം, ശബരിമല കാലത്ത് ഉണ്ടായ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, RV ബാബു ഇവിടെ വലിയ രീതിയിൽ ഒരു രാജ്യസ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി മാറിയല്ലോ. എൻ്റെ RV ബാബു
എനിക്ക് വളരെ വ്യക്തമായി അങ്ങയോട് സ്നേഹത്തോടു കൂടി, അങ്ങയോട് സ്നേഹം പറഞ്ഞുകൊണ്ടോ അങ്ങയോട് രാഷ്ട്രത്തിൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചോ മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങയുടെ ആശയം അതിന് പറ്റിയതല്ല. അങ്ങ് വ്യക്തിപരമായി അങ്ങ് നല്ല ആളാണെങ്കിലും അങ്ങയുടെ ആശയം താങ്കളെ മൃഗതുല്യനാക്കി മാറ്റിപ്പോകുന്നു എന്ന് ഭയാശങ്ക എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് താങ്കളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് പറയുന്നത് നവക്കാലിയിൽ ഉണ്ടായ കാര്യങ്ങളുടെ ചികഞ്ഞ് പരിശോധിക്കണം. എന്താണ് ഹൈന്ദവരും മുസൽമാന്മാരും തമ്മിലുണ്ടായിരുന്ന ഒരു പോരാട്ടമായി അവിടെ മാറി. അവിടെ ഗാന്ധിജി എന്താണ് പറഞ്ഞത്? അക്രമം ഒന്നിന് പരിഹാരമല്ല, അക്രമകാരികളെ നിർത്തണം. സവർക്കർ പറഞ്ഞു കൊണ്ടുവന്ന ആശയങ്ങൾ അതല്ലേ അവിടെ വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് മുന്നോട്ട് പോയത്? സവർക്കറല്ലേ ഗാന്ധിജിയെ കൊല്ലുവാൻ ഇവിടെ ഗോഡ്സെയെ പറഞ്ഞയച്ചതെന്നുള്ളത് ചരിത്രമല്ലേ? ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഹിന്ദു മഹാസഭയുടെ പിൻഗാമികളാണ് RSS എന്നും പിൻഗാമികളെ ജനസംഘം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അന്നത്തെ ഹിന്ദു മഹാസഭ ചെയ്തു വെച്ച രാജ്യത്തോട് ചെയ്ത പീഡനങ്ങളും പ്രയാസങ്ങളും ഇന്നും ഞാൻ ചോദിക്കട്ടെ, എന്താണ് അതിന്റെ കാരണം? അടിസ്ഥാനപരമായി എന്റെ ബാബു, അടിസ്ഥാനപരമായി ഞാൻ അതിലേക്ക് പോകുന്നില്ല. താങ്കളോട് അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം അന്ന് മുസ്ലിം ലീഗ് അന്ന് ജിന്നയുടെ ഒരു മിനിറ്റ് അന്ന് ജിന്നയുടെ ലീഗുകാർ കാണിച്ച അതേ നിലപാടാണ് ഇന്ന് RSSന്റെയും സംഘപരിവാറിന്റെയും ആളുകൾ ഇന്ന് ഡയറക്റ്റ് ആക്ഷന് പുതിയ പേര് നൽകി വർഗീയ അജണ്ടയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് അശേഷം മടിയില്ല. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് പറഞ്ഞല്ലോ ടിപ്പുവെക്കുറിച്ചും ഔറംഗസീബിനെ കുറിച്ചും ബാബറിനെ കുറിച്ചും അവർ നടത്തിയ കിരാതമായ നടപടിയേക്കാളും വളരെ ഏറെ മോശപ്പെട്ട രീതിയിലാണ് അങ്ങയുടെ BJPയുടെ സംഘപരിവാർ ശക്തികളുടെയും ഇന്ന് ഇന്ത്യയിൽ കാണിച്ചു കൂട്ടുന്ന മറുഭാഗത്തിനോട് കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ. ഞാൻ പറയട്ടെ ബാബർ തെറ്റു ചെയ്തുവെങ്കിൽ അങ്ങ് ചരിത്ര വിശ്വാസിയാണെങ്കിൽ ആ തെറ്റിൽ നിന്നും അത് ശരിയിലേക്ക് വരുവാൻ താങ്കൾ ആഗ്രഹിക്കുകയല്ലേ വേണ്ടത്? അതിന് പകരം ബാബർ അങ്ങനെ തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ മറ്റേ മുഗൾ രാജാക്കന്മാർ അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട്, എന്നാൽ ആ തെറ്റ് തിരുത്തി അത് സംഘപരിവാറുകൾ അങ്ങനെ തിരിച്ച് മുസൽമാന്മാരെ ക്രൈസ്തവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന തീരുമാനം എടുത്ത് മുന്നോട്ട് പോയാൽ പിന്നെ സ്റ്റാൻലി സെബാസ്റ്റ്യൻ ട്രൈബൽ അങ്ങനെ ഒരു മിനിറ്റ് അങ്ങേക്ക് മറുപടി പറയാം. ദയവ് ചെയ്ത് ബാബു, ഞാനൊന്ന് സ്റ്റാൻലിക്ക് മറുപടി പറഞ്ഞോട്ടെ. സ്റ്റാൻലി പറഞ്ഞത് ട്രൈബൽ ആക്രമണമാണ് മണിപ്പൂരിൽ എന്ന് അങ്ങ് പറഞ്ഞു. ചെറിയപ്പെട്ട അങ്ങയുടെ നാമധാരം ഉള്ള ക്രൈസ്തവ പുരോഹിതന്മാർ ഒന്നടക്കം കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ഏറ്റവും വലിയ പുരോഹിതന്മാർ ഒന്നടക്കം പറഞ്ഞല്ലോ പിന്നെ നടക്കുന്നത് ക്രൈസ്തവ ദേവാലയങ്ങളെയും ക്രൈസ്തവരെയും ഉള്ള ഉന്മൂലന നാശമാണെന്ന് പറഞ്ഞല്ലോ. അവിടെ സ്റ്റാൻലി സ്വാമി അങ്ങ് പറയുന്നത് സ്റ്റാൻലി സ്വാമി നക്സലാണെന്ന്. എന്നാൽ ക്രൈസ്തവ മേലധികാരികളുടെ സംഘടന, ഇന്ത്യൻ കാത്തലിക് സംഘടന സ്റ്റാൻലി സ്വാമിയെക്കുറിച്ച് പറഞ്ഞത് ഈ ഇന്ത്യയുടെ ഭരണകൂടത്തിനോട് കൊടുത്ത മെമ്മോറാണ്ടം ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ബ്രിട്ടീഷുകാരെ എപ്പോഴും സ്നേഹത്തോടു കൂടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ മദ്രാസ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന താങ്കളുടെ മനസ്സിൽ ഇന്ത്യയല്ല, അങ്ങയോടൊക്കെ കൊളോണിയലത്തോടുള്ള അഭിനിവേശത്തോടുള്ള വലിയ രീതിയിലുള്ള സ്നേഹമാണ് അങ്ങക്കുള്ളത്. അങ്ങേപ്പോലുള്ള ആളുകളെ ഇനിയെങ്കിലും ലോകത്തെ രക്ഷിതാവായ ദൈവമെങ്കിലും അങ്ങേക്കൊക്കെ നല്ല ബുദ്ധി തരണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ത്യ മതേതരത്വത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ത്യയിൽ ഉണ്ടാകണം. അത് ഇന്നല്ലെങ്കിൽ നാളെ വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്നലകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ബാബു പറഞ്ഞൊരു കാര്യം, ബാബു പറഞ്ഞല്ലോ യുപിയിൽ ഒരു സ്ഥലത്ത് താങ്കളുടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വോട്ട് കിട്ടിയെന്ന്. ലോകത്ത് ജീവന് പേടിയുള്ളവർ ആരാ ഇല്ലാത്തത്? ജീവന് പേടിയുള്ള രീതിയിലേക്ക് നിങ്ങൾ അക്രമവും അതുപോലെ ഭീകരതയും അവരുടെ സ്വത്തുക്കൾ തണ്ടകിട്ടി ഈ രാജ്യത്ത് JCB ഉപയോഗിച്ച് അവരെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ പേടിക്കുന്നവർ രാജ്യത്തുണ്ടാകും. ആ പേടിക്കുന്നവർക്ക് ആശ്വാസമേകുവാൻ, അവർക്ക് ധൈര്യം നൽകുവാൻ ഇന്ത്യൻ ഭരണഘടനയെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവർക്കൊപ്പം ഉണ്ടാകും. അതുകൊണ്ട്
ഇത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെട്ടതുകൊണ്ട് ലോകം മുഴുവനും രക്ഷപ്പെടുത്തി. എല്ലാ കാലത്തും ഇന്ത്യ അങ്ങനെ ഹിറ്റ്ലർ എത്ര കാലം ഉണ്ടായിരുന്നു, മുസോളിനി എത്ര കാലം ഉണ്ടായിരുന്നു, ഇതുപോലെ സോവിയറ്റ് യൂണിയൻ എത്ര കാലം ഉണ്ടായിരുന്നു, ഇതുപോലെ വലിയ വലിയ സാമ്രാജ്യത്വവാദികൾ എത്ര കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ളൂ നരേന്ദ്രമോദി എന്ന് പറയുന്ന സാമ്രാജ്യത്വവാദിയും. അതുകൊണ്ട് അദ്ദേഹത്തിനും ഒരു കാലമുണ്ട്, അദ്ദേഹത്തിനും ലോകനീതിയിൽ കാലമുണ്ട്. കാത്തിരിക്കുന്നു. കാലം കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ വരും എന്ന് മാത്രം. ഞാനൊരു മറുപടി പറഞ്ഞ ഇതിന്റെ ജീവിതത്തിൽ ആകെ കണ്ടിരിക്കുന്നത് ജോസഫ് സാറിന്റെ കൈവിട്ട് സപ്പോർട്ട് ചെയ്ത കുറച്ച് കേരള കോൺഗ്രസ്സുകാരെയാണ്. നല്ല ക്രിസ്ത്യാനിയാരെയും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പുള്ളി നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് ജോസഫ് സാറിന്റെ കൈവിട്ടിനെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ്സുകാരല്ല ഇന്ന് ക്രിസ്തീയ സമുദായത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, 23 യൂണിവേഴ്സിറ്റി കത്തിച്ച ബാബറും ഖിൽജിയും അക്ബറും ഔറംഗസീബും ഒക്കെയാണ് പുള്ളിയുടെ നേതാവ്. ഇവിടെ 10 യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരൻ തന്നെയാണ് മുഗളിനെക്കാട്ടിലും ഭേദം. ഇവിടെ റോഡ്, പാലം, എയർപോർട്ട്, റെയിൽവേ, എയറോപ്ലെയിൻ, യൂണിവേഴ്സിറ്റി, ആശുപത്രി തുടങ്ങിയത് മൊത്തം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാ. അത് ചരിത്ര സത്യമാണ്. ഇന്ത്യ 10,000 വർഷം കൊണ്ട് ഉണ്ടാക്കിയ അച്ചീവ്മെന്റ് കത്തിച്ചവരാണ് ഇവിടുത്തെ മുഗളന്മാരും ലീഗുകാരും കോൺഗ്രസും. ഈ ബാബർ വെക്കെ മനസ്സിലായോ? അതുകൊണ്ട് മുഗളന്മാരുടെ ഇല്ലിസിറ്റ് കിഡ്സും ഒന്നും ബ്രിട്ടീഷുകാരനെ പറയാറൊന്നും ആയിട്ടില്ല. ബ്രിട്ടീഷുകാരനുണ്ടാക്കിയ പാലവും പോർട്ടും ആശുപത്രിയും യൂണിവേഴ്സിറ്റിയും ഒക്കെ തന്നെയാണുള്ളത്. ഇപ്പോഴത്തെ സിലബസ് പോലും ബ്രിട്ടീഷുകാരനുണ്ടാക്കിയതാ. നിങ്ങളുടെ ആൾക്കാർക്ക് മാറ്റാൻ പറ്റിയില്ല. കോൺഗ്രസ് ഇവിടെ 70 വർഷം ഇരുന്നിട്ട്, മനസ്സിലായോ? അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ പറ്റി ഒന്നും മദ്രസക്കാരൻ കൂടുതൽ ഡയലോഗ് ഒന്നും വിടണ്ട. ഇവിടുത്തെ വിദ്യാഭ്യാസം അന്നും ഇന്നും ബ്രിട്ടീഷുകാരനുണ്ടാക്കിയതാണ്. ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരന്റെ കൺസെപ്റ്റാണ്. ഇവിടെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ കത്തിച്ച പണിയാണ് ഇവന്റെയൊക്കെ വല്യപ്പൻ മുഗളൻ ചെയ്തത്. അറിയോ? ഈ ബാബറും ഖിൽജിയൊക്കെ ചെയ്തത് 23 നളന്ദ, തക്ഷശില ഇതെല്ലാം കത്തിച്ചത് ഇവരുടെയൊക്കെ വല്യപ്പന്മാരാ കത്തിച്ചത്. അറിയോ? അതുകൊണ്ട് കൂടുതലും ഇവിടെ 2000 വർഷമായിട്ട് ഈ രാജ്യത്തോട് ലോയലായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അറിയാം, ഇവിടുത്തെ ദേശീയവാദികളായ ക്രിസ്ത്യാനികൾ ലോയലായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഏതെങ്കിലും ക്രിസ്ത്യാനി ടാൻസാമി ആയിട്ടോ കുക്കി ആയിട്ടോ മണിപ്പൂരി ആയിട്ടോ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ ഉത്തരവ് ഇന്ത്യയുടെ പോലീസും കോടതിയും ആർമിയും ഗവൺമെന്റും കൊടുക്കും. അവരെ തിന്മ ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നവനല്ല ക്രിസ്ത്യാനി. അതാദ്യം മനസ്സിലാക്കുക. തിന്മ ചെയ്യുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നവനല്ല ക്രിസ്ത്യാനി. ഗവൺമെന്റിനെതിരെ പോരാടുന്നവനല്ല ക്രിസ്ത്യാനി. ആ വാളെടുത്തവൻ വാളെടുക്കരുതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. തോക്കെടുക്കാൻ കുക്കിയോട് പറഞ്ഞിട്ടില്ല, ആയുധമെടുക്കാൻ സ്റ്റാൻസാമിയോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരൊക്കെ പോയ വഴി പോയി, അത്രേ ഉള്ളൂ. ഇവിടെ കോളേജിൽ നിങ്ങൾ പ്രൊഫസറെ ബഹുമാനിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ കണ്ടതാ പ്രൊഫസറെ ബഹുമാനിക്കുന്നത്. ജോസഫ് സാറിനെ നിങ്ങളുടെ ആൾക്കാർ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. അതുകൊണ്ട് ജോസഫ് സാറിനെ ബഹുമാനിച്ച കഥ എന്നും ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ജോസഫ് സാറിന്റെ കൈ വെട്ടാൻ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത കേരള കോൺഗ്രസ്സുകാരെ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കണ്ടിട്ടുള്ളൂ. ആ ജനറേഷൻ കടന്നുപോയി. അത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളാം. ഇപ്പൊ ക്രിസംഖികളുടെ ജനറേഷനാണ്. കൃത്യമായ ദേശീയവാദികളാണ്. ഈ രാജ്യത്തിന്റെ കൂടെ 2000 വർഷമായിട്ട് എങ്ങനെ ഹിന്ദുക്കളുടെ കൂടെ ഇവിടെ ജീവിച്ചോ അതുപോലെ തന്നെയാണ്. ജിഹാദി ഞങ്ങളെ കാഫിർന്ന് വിളിക്കുകയും മാപ്പിളസ്ഥാൻ വേണമെന്നും ചോദിച്ചവരോട് ഞങ്ങൾ എന്തിനു പുറകെ പോകണം? അവര് പാകിസ്ഥാനിൽ പോട്ടെ. മാപ്പിളസ്ഥാൻ ചോദിച്ചവർ പാകിസ്ഥാനിലോട്ട് പോട്ടെ. ഇവിടെ വക്കവുമില്ല, ഒരു കൊടച്ചക്രവും ഇല്ല. ഒരു കൊടച്ചക്രവും ഇല്ല. പാർലമെന്റ് അതിർത്ത് അറബിക്കടലിലിടും. പുതിയ നിയമം വരും. ഈ മൻമോഹൻ സിംഗും നരസിംഹറാവുവും നെഹ്റുവും ഇന്ദിരാഗാന്ധി, മൈമുന ബീഗവും പപ്പുഖാനും പിങ്കിഖാനും സോണിയാഖാനും എല്ലാ ഖാൻമാരും കൊണ്ടുവന്ന വക്കഫ് എടുത്ത് കളയും. നിയമപരമായിട്ട് തന്നെ കളയും. അതിന്റെ പിന്തുണ ക്രിസ്ത്യൻ സമൂഹം കേന്ദ്ര ഗവൺമെന്റിന് 100% പിന്തുണ കൊടുക്കും. 100% അതുകൊണ്ട് ആ പഴയ കാലം കടന്നുപോയി. അത് കോൺഗ്രസ്സുകാരോട് ഒന്നുകൂടെ അറിയിക്കുകയാണ്.